വിശ്വവിഖ്യാതനായ വില്യം ഷേക്സ്പിയർ തന്റെ പ്രശസ്തമായ മാക്ബത്ത് എന്ന കൃതിയിൽ പറയുകയുണ്ടായി, ശരിയും തെറ്റും വേർതിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെയാണെന്ന്. ശരിക്കും അത് സത്യമല്ലേ? ജീവിതത്തിൽ നമ്മൾ ശരിക്കും അഭിനയിക്കുന്നവർ തന്നെയാണ്, നമ്മുടെ ശരിക്കും തെറ്റിനും അനുസരിച്ച് മാത്രം. എന്റെ സുഹൃത്ത് ജുനൈദ് എന്നോട് ചോദിക്കുകയുണ്ടായി, മരിക്കുന്നവർ, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന ചിലർ, അവർ മരിക്കുമ്പോൾ നമ്മൾ അവരെ എങ്ങനെയാണ് മറക്കേണ്ടത്? ശരിക്കും നമ്മൾ മറക്കേണ്ടതല്ല എന്നാണ് ഞാൻ മറുപടി നൽകിയത്. കാരണം നമ്മൾ ഒരിക്കലും മറക്കുന്നില്ല, മറക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. മരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ മറക്കുന്നത്. അല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഒരിക്കലും മറക്കുകയില്ല. ശരിക്കും നമ്മൾ അഭിനയിക്കുകയാണ്, മറക്കുവാനായി അഭിനയിക്കുന്നു. അവരുടെ മുഖം നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുവാനായി നമ്മൾ മനഃപൂർവ്വം അഭിനയിച്ചു കൊണ്ടേയിരിക്കുന്നു. ശരിക്കും സിനിമാ നടന്മാരെക്കാൾ നല്ല അഭിനേതാക്കൾ നമ്മൾ തന്നെയാണ്. ശ്രമിച്ചാൽ ഓസ്കാർ വേണമെങ്കിലും വാങ്ങാവുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ നമ്മളൊരു മരണ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. അവിടെ എല്ലാവരും സൈലന്റ് ആയാണ് ഇരിക്കുന്നത്. മറ്റ് കർമ്മങ്ങളും നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. വീട്ടുകാരും നാട്ടുകാരും ഒക്കെയുണ്ട്. ഒരു മുതിർന്ന മനുഷ്യനാണ് അവിടെ മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയും അദ്ദേഹത്തിന്റെ മക്കളും എല്ലാവരും അടുത്തടുത്ത് തന്നെ ഇരിപ്പുണ്ട്. നല്ല യോജിപ്പാണ്. ആരും കരയുന്നത് പോലുമില്ല. എന്നാൽ മുഖത്ത് ചെറുതായി കണ്ണുനീർ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു അമ്മ, ആ ഒരു ഭർത്താവിന്റെ ഭാര്യ നല്ല രീതിയിൽ കരയുന്നു. അവർ നമ്മളോട് പറയുന്നു, നിന്നെ ഇന്നലെയും അന്വേഷിച്ചതില്ലേ ഉള്ളൂ, നീ എന്താ വരാത്തത്? നിന്നെ എത്ര തിരക്കെന്നറിയാമോ? നിന്നെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇദ്ദേഹം മരണപ്പെട്ടത്. നീ എന്ത് മനുഷ്യനാണ് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കരയുകയും ഒച്ചപ്പാടുണ്ടാക്കുകയും ചെയ്യുന്നു. ശരിക്കും ഇത് എന്ത് തന്നെയാണ്? നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഒന്നാണ്. നമ്മൾ കയറി ചെല്ലുന്നത് വരെ കരയാതിരുന്ന ഒരു സ്ത്രീ നമ്മൾ ചെന്നു കഴിഞ്ഞ ഉടനെ കരയുന്നു, നമ്മളോട് പരിഭവം പറയുന്നു. ഇത് ശരിക്കും സൈക്കോളജിയാണ്. കാരണം നമ്മളുടെ അനുകമ്പ അവരിൽ പിടിച്ചു പറ്റുവാനുള്ള അവരുടെ ചെറിയ ഒരു ട്രിക്കാണിത്. നിങ്ങൾ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കുക. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഒരു സത്യം പറഞ്ഞു എന്ന് മാത്രം. സത്യം ചിലപ്പോൾ കൈപ്പേറിയതാകാം, ഒരിക്കലും അത് മധുരിക്കില്ല. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് സംസാരിക്കാതിരിക്കാൻ കഴിയുകയില്ല. ഭർത്താവ് ജോലി കഴിഞ്ഞ് തന്റെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഭാര്യ പറയും, ഞാൻ നിങ്ങളെ എത്ര തവണ വിളിച്ചു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത്? ഭാര്യ ഓരോ തവണ വിളിക്കുമ്പോഴും ഫോൺ ഭർത്താവിന്റെ അരികിൽ തന്നെയാണുള്ളത്. ഭർത്താവ് എന്നാലും ഫോൺ എടുക്കുകയില്ല. അതിന് കാരണം എന്താണ്? ഭാര്യ മറക്കുവാനുള്ള ഒരു താമസം വേണമെന്നോ അല്ലെങ്കിൽ ഭാര്യയെ വേണ്ട എന്നുള്ള ചിന്ത കൊണ്ടോ അല്ല. അദ്ദേഹം ജോലിയിലാവാം. അതുപോലെ തന്നെ ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവ് വീട്ടിലിരിക്കുന്നു എന്നൊരു അവസ്ഥയാണെങ്കിൽ പോലും ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭർത്താവും ഭാര്യയെ വിളിക്കുകയുണ്ടാകും. ഭാര്യയും ഫോൺ എടുക്കുകയില്ല. അത് ശരിക്കും ഫോൺ എടുക്കാത്തത് കൊണ്ടേ അല്ല, നമ്മളോട് ശ്രദ്ധ ഇല്ലാത്തത് കൊണ്ടുമല്ല, നമ്മളോട് അവർക്ക് നല്ല രീതിയിൽ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. ആ സമയത്ത് ഫോൺ എടുക്കുകയാണെങ്കിൽ വേഗം സംസാരിച്ച് ഫോൺ വെക്കുമ്പോൾ നമ്മൾ എന്ത് കരുതും, നമ്മൾ എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ടാണ്. നേരിട്ട് സംസാരിക്കുമ്പോൾ പരിഭവം പറഞ്ഞു തീർക്കുകയും അവർ കൂടുതൽ അടുപ്പം കാട്ടുകയും ചെയ്യും. അതുകൊണ്ട് അവരെ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമേ അവിടെ വരുന്നില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെയും സ്നേഹിക്കുകയാണ്. അവർ നിങ്ങളെ ഒരു കോഫിക്കായി ക്ഷണിക്കുന്നു. കോഫി ഷോപ്പിൽ പോയി ഇരിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നു, ചില ആൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചതിനു ശേഷം ഇതുപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ, ഇതുപോലത്തെ വസ്ത്രം എന്തുകൊണ്ട് ധരിച്ചുകൂടാ, ഇതേ ഹെയർ സ്റ്റൈൽ എന്തുകൊണ്ട് ഫോളോ ചെയ്തുകൂടാ, ഇതേ രീതിക്ക് നടക്കണം, നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കട്ട് ചെയ്യണം, നിങ്ങൾ പുതിയ രീതിക്കുള്ള സൗഹൃദങ്ങൾ സൃഷ്ടിക്കണം. ഇങ്ങനെ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി നിങ്ങളോട് പറയുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ താല്പര്യമില്ല. ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിയെ പോലെ ആവണം. അങ്ങനെ ആയാൽ മാത്രമേ നിങ്ങളെ അവർ അംഗീകരിക്കുകയുള്ളൂ. അവരുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ, അവരുടെ ഒരു അടിമത്തത്തിനുള്ളിൽ നിങ്ങൾ അവിടെ ഉണ്ടാകണം എന്നുള്ള ചിന്ത കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെയും നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാം. അവരിൽ നിന്നും അകലം പ്രാപിക്കാം, അവരെ അവരുമായി അടുക്കാതിരിക്കാം. നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു തോന്നലാണ്, എല്ലാവരും നമ്മളെ അവഗണിക്കുകയാണ്, ആരും നമ്മളെ പരിഗണിക്കുന്നില്ല. ഒരു ആൾക്കൂട്ടത്തിൽ നമ്മൾ ചെല്ലുകയാണെങ്കിൽ എല്ലാവരും നമ്മളെ അവഗണിക്കുന്നു, ആരും നല്ല ഒരു വാക്ക് പോലും പറയുന്നില്ല. അവഗണനയാണ് നിങ്ങൾക്ക് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളൂ, അത് അവരുടെ കുഴപ്പമല്ല, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ആരുടെയും കുഴപ്പമല്ല, അത് നിങ്ങളുടെ മാത്രം കുഴപ്പമാണ്. നിങ്ങളുടെ അപകർഷതാബോധത്തിന്റെ
ഒരു തലം തന്നെയാണത്. നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളുടെ സ്വഭാവത്തെയാണ്. വെളുത്തതൊന്നും പാലല്ല എന്ന് കരുതി പാലിന്റെ നിറം മാറാനും പോകുന്നില്ല. നിങ്ങൾ മാറിയാൽ നിങ്ങൾക്ക് നല്ലത്. മാസങ്ങളായി ഫോളോ ചെയ്യുന്ന ഒരു പെൺകുട്ടിക്ക് മുമ്പിൽ ഇഷ്ടം തുറന്നു പറയാൻ നിൽക്കുന്നവരാണോ നിങ്ങൾ? ആ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ കൂട്ടുകാരിയും കൂടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു. എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നത്? നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അപ്പോൾ നിങ്ങൾ അവരോട് എന്ത് പറയും? ഉറപ്പായും ഇത് സൈക്കോളജിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒറ്റ വാക്ക് പോലും മിണ്ടില്ല. ശരിക്കും ഒരു ഊമയെ പോലെ അവരുടെ മുമ്പിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് നിങ്ങളോട് ഇഷ്ടമാകാം, അല്ലെങ്കിൽ വെറുപ്പാകാം. എന്തു തന്നെ ആണെങ്കിലും നാവ് തുറന്ന് വായ തുറന്ന് തന്നെ ചോദിക്കുക.